ഹലോ എവ്രി വൺ. ഞാൻ ഇന്നിപ്പം നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ടാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും ഇമെയിലിനെ പറ്റി കൂടുതൽ അറിഞ്ഞിരിക്കണം. ബിക്കോസ് ഈ കാലഘട്ടങ്ങളിൽ എനിക്കുൾപ്പെടെ ഒരു ആശങ്കയാണ്, ഏത് ഇമെയിലിലാണ് തുറക്കുമ്പോഴാണ് നമ്മൾ സേഫ്, അതിന് എങ്ങനെയാണ് നമ്മൾ അറിയാൻ പറ്റുന്നത് സേഫായിട്ടുള്ള ഇമെയിലാണോ ഇല്ലയോ. ബിക്കോസ് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ തെറ്റായിട്ടുള്ള കള്ളന്മാരുടെ ഭയങ്കര ശല്യം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ കാലഘട്ടങ്ങളിൽ നമ്മൾ തെറ്റായിട്ടുള്ള നമ്മൾ ഇമെയിലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്പൺ ആക്കി അതിൻ്റെ അറ്റാച്ച്മെൻറ്റൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഈവൻ അവർ ഹാക്കേഴ്സ്, ഈ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഹാക്കേഴ്സ്, അവർ മെയിൻലി ഇതൊക്കെ വിടുന്നത് അവർ കുറേ കോഡുകൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇതിലേക്ക് പല കാരണം വെച്ചുകൊണ്ടെന്ന് വെച്ചാൽ ഹെൽപ്പ് ചോദിച്ചുകൊണ്ടോ അല്ലെ നമ്മൾക്ക് നമ്മുടെ ഒരു അടുപ്പം ആയിട്ടുള്ള ഒരു ആളെപ്പോലെയാണ് നമുക്കൊരു ഇമെയിൽ വിടുന്നത്. ഓക്കെ, പക്ഷേ അത് അവർ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരല്ലായിരിക്കാം. ഓക്കെ, അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു കോഡ് സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. അത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ആ കോഡ് നമ്മുടെ ഫോണിനകത്ത്, നമ്മുടെ കമ്പ്യൂട്ടറിലോ നമ്മുടെ ഫോണിനകത്തോട്ട് കയറുകയാണ്. അതാണ് പറഞ്ഞത്. അതൊരു ആ കോഡ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അത് കയറുകയാണ്. കയറിക്കഴിഞ്ഞപ്പം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സാധാരണമായിട്ട് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന എല്ലാം അവർക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അവർ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും അങ്ങനെയൊക്കെ കണക്കി അവർക്ക് നമ്മുടെ ഫോണിൽ കൂടെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൂടെ അവർക്ക് തന്നെ ആക്സസ് ചെയ്തിട്ട് അവർ നമ്മുടെ അടിച്ചു മാറ്റുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളെ എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിനെ അവർ എല്ലാം ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ മേലാത്ത രീതിയിലാക്കി കളയും. ഓക്കെ, അത് ഒരു ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ മേലാതെ വരും, നമ്മൾ ഭയങ്കര പ്രശ്നത്തിലകപ്പെടാറുണ്ട്, ചാൻസ് ഉണ്ട്. നമ്മുടെ പേരിൽ പല പേർക്കും പൈസ നമ്മുടെ വെച്ചാൽ നമ്മുടെ വീട്ടിലിവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ കോഡ് വന്നു കഴിയുമ്പോൾ അവർക്ക് പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് നമ്മൾ അയക്കുന്ന പോലെ നമ്മുടെ കമ്പ്യൂട്ടറിലൂടെ അവർക്ക് തന്നെ അയച്ച് കിട്ടാൻ പറ്റും. പിന്നെ അങ്ങനെയൊക്കെ അവർക്ക് നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പല തട്ടിപ്പുകൾ ഈ കാലഘട്ടങ്ങളിൽ നടക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അറിവില്ലായ്മയാണ് അതിൻ്റെ ഒരു കാരണം. ഓക്കെ, ആ അറിവ് നിങ്ങൾക്ക് പകർന്നു തരുവാനായിട്ടാണ് ഞാൻ ഈ നിമിഷം എനിക്കൊരു ട്രെയിനിങ്ങിൽ ഞാനത് അറിഞ്ഞു, അന്നേരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഓർത്തു. ഓക്കെ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളൊരു ഇമെയിൽ നമുക്ക് വരുമ്പോൾ നമ്മളെങ്ങനെയൊക്കെയാണ് അതിനെ ചെക്ക് ചെയ്യേണ്ടത്, അത് സേഫ് ആണോ ഇല്ലയോ, നമ്മളെങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. സേഫ് ആണെങ്കിൽ മാത്രമേ നമ്മളത് ഓപ്പൺ ആക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആക്കരുത്. കേട്ടോ, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന്. കേട്ടോ, ഹലോ എവരി വൺ. ഇപ്പോൾ ഇത് കണ്ടോ, ഒരു മെസ്സേജ് കണ്ടോ, ഇമെയിൽ വന്നിരിക്കുന്ന. ആ ഇമെയിലിന് നമ്മളെങ്ങനെയാണ് ഇത് കറക്റ്റാണോ ഇല്ലയോ നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഇമെയിലിൽ ആരാണ് സെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കണ്ടോ, ഈ ആൾ സെൻഡ് ചെയ്തിരിക്കുന്നതന്നെ ഇവിടെ ഒരു ബോബ് ഫിഷർ എന്ന് പറഞ്ഞാണ്. ഓക്കെ, ഇതിൻ്റെ ഊരുമില്ല, അഡ്രസ്സില്ല, WWO എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഇമെയിൽ വിടുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഒരു ഇമെയിലിൻ്റെ ഒരു നമുക്കൊരു ഇത് കാണും, ഹോട്ട്മെയിൽ നിന്നോ അല്ലെ എന്തെങ്കിലും നമുക്ക് കാണുമായിരിക്കും. അതിവിടെ ഇല്ല. അതുകൊണ്ട് അന്നേരം നമ്മളൊന്ന് ശങ്കിക്കണം ഇത് കറക്റ്റാണോ ഇല്ലയോ എന്ന്. ഓക്കെ, പിന്നെ രണ്ടാമത് ഇവിടെ നോക്കിക്കുക, രണ്ടാമത്തതാണ് ഇതിനകത്ത് നോക്കിയേ, ഈ വിട്ടിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുന്ന ആർക്കാ, ഇത് ഇത്രയും പേർക്കാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബൾക്കായിട്ട് ആൾക്കാരെ ഇവർ വല എറിഞ്ഞിരിക്കുകയാണ്. അതിലാരെങ്കിലും ഉൾപ്പെടണമെങ്കിൽ അവർക്ക് അത്രയും നല്ലത്. അത് എത്ര പേര് ഉൾപ്പെടുമെന്ന് അവർക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉൾപ്പെട്ടാൽ അവർക്കെല്ലാവർക്കും ഇത് കയറി ഇത് ചെയ്യുന്നത്. അവർക്കൊരു എക്സാക്റ്റ് ആൾക്കല്ല ഇവർ അയച്ചിരിക്കുന്നത്. അന്നേരം നമ്മളൊന്ന് ആശങ്ക കൊള്ളണം ഈ അവസരത്തിൽ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ നോക്കിയേക്ക്, ഇതൊരു നമ്മുടെ ഒരു സബ്ജക്റ്റ്, നമ്മളെപ്പോഴും സബ്ജക്റ്റ് ഒന്ന് ക്ലിയറായിട്ട് വായിച്ച് നോക്കണം. ഇത് എനിക്ക് റിലവൻ്റ് ആയിട്ടുള്ളതാണോ, ഞാൻ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, അല്ലെ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണോ, അല്ലെ എന്തെങ്കിലും ഇതെനിക്കുള്ളതാണോ എന്ന് എന്തെങ്കിലും നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അങ്ങനെ നമുക്കതങ്ങനെ ഡൗട്ടുണ്ടെങ്കിൽ, നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് ഡൗട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് ഡൗട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു ക്ലിക്ക് ചെയ്യാതെ നമ്മളെപ്പോഴും നേരിട്ട് അവരെ ഫോണിലൂടെ ബന്ധപ്പെട്ട് നമ്മളത് ക്ലിയർ ആക്കുക. ഓക്കെ, പിന്നെ അടുത്ത് കിടക്കുന്നത് ഇവിടെ മെസ്സേജ്
ഇതിനകത്ത് അവർ പറയുന്ന ഒരു ലിങ്കാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ലിങ്ക് ഒരു അറ്റാച്ച്മെൻറ്റാണ്. ആ അറ്റാച്ച്മെൻറ്റ് സാധാരണ അത് നമ്മളോടത് പറയാതെ ഒന്നും നമുക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനെ അറ്റാച്ച്മെൻറ്റ് വരുമ്പോൾ നമ്മളതൊരു ഒന്ന് കെയർഫുള്ളായിട്ട് നമ്മളത് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഓക്കെ, ചുമ്മാ പോയി ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഒരിക്കലും ഓപ്പൺ ആക്കരുത്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തത് അവർ പറയുന്നത് നമ്മൾ കെയർഫുള്ളായിട്ട് നിൽക്കേണ്ടത് അവരെഴുതുന്ന എപ്പോഴും ഈ ഇമെയിൽ നമുക്ക് വിടുമ്പോൾ അവരുടെ ഇതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ബിക്കോസ് വായിച്ച് നോക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഹാക്കേഴ്സ് ഇപ്പോഴും അവരുടെ ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ടെന്നാണ്. ഓക്കെ, അന്നേരം ഇതിനകത്ത് കണ്ടില്ലേ, ഇത് ടു ഡു ദിസ് വി നീഡ് ദ പ്രോപ്പർ വെരിഫിക്കേഷൻ ഫീച്ചർ എവരി വൺ ഓഫ് ഫോർ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ഇത് ഒരു ഗ്രാമർ മിസ്റ്റേക്സോ അങ്ങനെയൊക്കെ ചാൻസ് വരാനുണ്ട്. അന്നേരം അത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. ഓക്കെ, അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ നോക്കണം. പിന്നെ ഇതിനകത്ത് അവർ പറയുന്നത് ഇവിടെ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. ഓക്കെ, അന്നേരം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക, ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ സേഫ് ആണോ? ഓക്കെ, അത് നമ്മൾ ചിന്തിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് അവർ പറയുന്നുണ്ട് വിത്തിൻ 24 hours ഒരു എത്രയും പെട്ടെന്ന് അവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് അവർ നോക്കുന്നത്. കണ്ടോ, വിത്തിൻ 24 hours അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് അവരെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാതെ, നമ്മളെ പേടിപ്പിച്ച് ക്ലിക്ക് ചെയ്യിപ്പിക്കാതെ നമ്മൾ ഉടനെ അവരെ നമ്മൾ ബന്ധപ്പെട്ടിട്ട് നമ്മൾ സേഫ് ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുക. ഓക്കെ, അല്ലാതെ നമ്മൾ ചാടിക്കയറി ഇതിലേക്ക് നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ, അല്ലെ അതുപോലെ തന്നെ ഈ അറ്റാച്ച്മെൻറ്റ് ഓപ്പൺ ചെയ്താലൊക്കെ ഈ അറ്റാച്ച്മെൻറ്റ് ഓപ്പൺ ചെയ്യുകയോ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ നമ്മൾ ചിലപ്പം ഇവരുടെ കണിയിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് നമുക്കിതിങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ആശങ്കപ്പെടണം. ഓക്കെ, ഇത് സേഫ് ആണോ ഇല്ലയോ നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, ഉറപ്പ് വരുത്താനായിട്ട് നമ്മളിത് ചെയ്യാതെ നമ്മൾ നേരിട്ട് നമ്മളവരെ വിളിക്കുക. ഓക്കെ, വിളിച്ചിട്ട് നമ്മളങ്ങനെ ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അറിയാവുന്ന സ്ഥലത്താണെങ്കിൽ നമ്മളവരെ വിളിക്കുക. അല്ലെങ്കിൽ നമ്മളിത് ഓപ്പൺ ആക്കുക പോലും ചെയ്യാതെ അതിനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, എനിക്കൊന്ന് നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, എന്നാൽ താങ്ക് യു സോ മച്ച്.